പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശ നൽകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു കരീം ബെനാറിഫ്. താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിനിടയിൽ കരീം ബെനാറിഫിന് ചെറിയൊരു ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നിരുന്നു. ആ ഒരു ഇഞ്ചുറി കാരണം കൊണ്ട് തന്നെ കരീം ബെനാറിഫിനെ അപ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയുമായിരുന്നു. നിലവിലിപ്പോൾ കരീം ബെനാറിഫിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡ് പറയുന്നത് ഇങ്ങനെയാണ്: കരീം ബെനാറിഫിന് ഹാംസ്ട്രിങ്ങിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അവന്റെ സ്ഥിതി പരിശോധിക്കണം. താരത്തിനെ കളിപ്പിക്കുന്നത് ഒരു റിസ്ക് ആണെന്ന് നമുക്കറിയാമായിരുന്നുവെന്നും ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞു. ഇനി 3 മത്സരങ്ങൾ മാത്രമാണ് ബാക്കി. 5 ദിവസത്തിനുള്ളിൽ അടുത്ത മത്സരം വരും. അതിനുശേഷം കുറച്ച് വിശ്രമം മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷേ 60 മണിക്കൂറിനുള്ളിൽ 2 മത്സരങ്ങൾ കളിക്കേണ്ടി വന്നാൽ ഇത്തരത്തിലുള്ള പരിക്കുകൾ സ്വാഭാവികമാണ്. മതിയായ റിക്കവറി സമയം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ലഭിച്ചില്ല എന്നാണ് കോച്ച് പറയുന്നത്. അതിനാൽ തന്നെ പരിക്കുകൾ വരുന്നത് അതിശയകരമല്ല. ഞങ്ങൾക്ക് വലിയ സ്ക്വാഡൊന്നുമില്ല, എങ്കിലും കളിക്കാരെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഷെഡ്യൂളിംഗിൽ വന്ന ഈ പ്രശ്നം ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. മറ്റൊരു കാര്യം, കരീം ബെനാറിഫിന് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു 2 താരങ്ങൾക്ക് കൂടി ഇഞ്ചുറി വന്നിട്ടുണ്ട്. ഡാനിഷ് ഫറൂഖിനും അതുപോലെ തന്നെ കരീം ബെനാറിഫിനും ഹാംസ്ട്രിങ് ഇഞ്ചുറി തന്നെ. ഇരുവരും ക്ലബിന്റെ മെഡിക്കൽ ടീമിന്റെ അടുത്ത് നിരീക്ഷണത്തിലാണ്. പരിക്കിന്റെ നിലയും താരങ്ങൾ എപ്പോഴാണ് മടങ്ങി വരുന്നത് എന്നുള്ള കാര്യം സംശയത്തിൽ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള അമാവിയയ്ക്കും പരിക്കാണ്. അമാവിയയ്ക്ക് ആംഗിൾ സർജറി നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനിയൊരു സീസണിൽ താരം കളിക്കില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. കരീം ബെനാറിഫും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖിൻ്റെയും കാര്യം സംശയത്തിൽ തന്നെയാണ്. എന്തായാലും താരങ്ങളുടെ പരിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.